ഞാൻ സാധാരണ മനുഷ്യൻ, ജനങ്ങളാണ് എൻ്റെ ദൈവം. മോദിയെയും അമിത്ഷായെയും വിമർശിച്ച രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ. സ്വാഗതം. സമഗ്രമായ വാർത്തകളിലേക്ക് പോകാം. ന്യൂസ് ലഞ്ച് ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ഭരണഘടനയെ തൊട്ടുകളിക്കരുതെന്ന് മോദിയെ വോട്ടർമാർ ഓർമ്മപ്പെടുത്തി. മണ്ഡലം ഒഴിയുന്നതിൽ ധർമ്മസങ്കടത്തിലെന്ന് രാഹുൽ. രണ്ടിടത്തെയും ജനങ്ങളെ കേട്ട ശേഷം തീരുമാനമെന്നും രാഹുൽ ഗാന്ധി. അധികാരത്തിന്റെ ധാർഷ്ട്യത്തിലാണ് അവർ പറഞ്ഞത്. After the election, you saw the Prime Minister doing this to the Constitution. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ഭരണഘടനയോട് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. So you can see that the people of India have spoken. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ സംസാരിച്ചു. അവർ സംസാരിച്ചു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സിപിഎമ്മിനെ കടന്നാക്രമിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കണ്ണൂരിലെ ജനങ്ങളെ അഭിനന്ദിക്കുന്നു. ബോംബ് നിർമ്മാതാക്കളെ കണ്ണൂറുകാർ തള്ളിക്കളഞ്ഞു. അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരാണിതെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. ലോക കേരള സഭയിൽ പങ്കെടുക്കില്ലെന്നും ഗവർണർ. എൽഡിഎഫിൽ കടുത്ത അവഗണനയെന്ന ആർജെഡി. രാജ്യസഭാ സീറ്റിൽ ചർച്ച പോലും നടത്തിയില്ല. പരിഗണന ചിലർക്ക് മാത്രം. ഇടതുമുന്നണിയിൽ വലിഞ്ഞുകയറി വന്നവരല്ല, ക്ഷണിച്ചു വന്നവരാണ്. യുഡിഎഫിൽ നിന്നും ക്ഷണം ലഭിച്ചെന്നും ആർജെഡി അധ്യക്ഷൻ എം.വി. ശ്രേയാംസ്കുമാർ. ഇടത് സൈബർ ഗ്രൂപ്പുകൾക്കെതിരെ എം.വി. ജയരാജൻ. ഇടത് അനുകൂലമെന്ന് കരുതുന്ന സൈബർ ഗ്രൂപ്പുകളെ വിലയ്ക്ക് വാങ്ങി സിപിഎം വിരുദ്ധത പ്രചരിപ്പിക്കുന്നു. ചെങ്കോട്ട, ചെങ്കതിർ, പോരാളി ഷാജി എന്നിവയെ പേരെടുത്ത് പറഞ്ഞ് വിമർശനം. അണികൾ പലപ്പോഴും ഇത് വിശ്വസിച്ചെന്നും എം.വി. ജയരാജൻ. വരുന്നത് പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ സിപിഎം വിരുദ്ധ പോസ്റ്റുകളാണ്. അപ്പൊ നമ്മൾ തന്നെ കരുതും ജയരാജന്റെ ഫേസ്. പക്ഷെ ഇപ്പൊ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലക്ക് വാങ്ങുകയാണ്. സിപിഎം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറിക്കെതിരെ ഭൂമി തട്ടിയെടുത്തതിന് കേസ്. ഏരിയ സെക്രട്ടറി കെ.പി. രാമചന്ദ്രൻ അടക്കം 6 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. നടപടി ഭീഷണിപ്പെടുത്തി ഭൂമിയുടെ ഉടമസ്ഥാവകാശം എഴുതി വാങ്ങിയെന്ന തൃക്കാരിയൂർ സ്വദേശിയുടെ പരാതിയിൽ. വോട്ടെണ്ണും മുൻപ് എതിർ സ്ഥാനാർത്ഥി ഹൈബി ഈഡന് വിജയാശംസ നേർന്ന കെ.ജെ. ഷൈൻ. എറണാകുളം ലോക്സഭാ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥിക്കെതിരെ ഗുരുതര പരാതിയുമായി മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ. ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകി. ഷൈനിന്റെ പെരുമാറ്റം ധിക്കാരപൂർവ്വമെന്നും പരാതിയിൽ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച എൽഡിഎഫ് സ്ഥാനാർത്ഥികളായ ജോസ് കെ മാണിയും പി സുനീറും. പത്രികാ സമർപ്പണത്തിന് മുഖ്യമന്ത്രിയും എൽഡിഎഫ് മന്ത്രിമാരും. കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കേരളത്തിലെത്തിയ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണം. ഇ.കെ. നയനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ സന്ദർശിച്ചു. സന്ദർശനത്തിൽ രാഷ്ട്രീയം കാണേണ്ടെന്ന് ശാരദ ടീച്ചർ. സുരേഷ് ഗോപി രാഷ്ട്രീയത്തിനതീതമായി സഹായം ചെയ്യുന്ന വ്യക്തിയെന്നും ശാരദ ടീച്ചർ. ആന്ധ്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചന്ദ്രബാബു നായിഡു. ഉപമുഖ്യമന്ത്രിയായി പവൻ കല്യാൺ. ടി.ഡി.പി, ജനസേന, ബി.ജെ.പി മന്ത്രിസഭയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ നാരാ ലോകേഷും. ചടങ്ങിന് സാക്ഷിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും മറ്റ് ബി.ജെ.പി നേതാക്കളും. രജനീകാന്തും ചിരഞ്ജീവിയും അടക്കമുള്ള സിനിമാ താരങ്ങളും വേദിയിൽ. പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തീയതിയായി. ലോക്സഭ ജൂൺ 24 മുതൽ ജൂലൈ 3 വരെ ചേരും. രാജ്യസഭ ജൂൺ 27 മുതൽ ജൂലൈ 3 വരെയും. ജൂൺ 24 മുതൽ ആദ്യ 3 ദിവസം പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ.
റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ മൂന്നാറിൽ കയ്യേറ്റം നടക്കില്ലെന്ന് ഹൈക്കോടതി. വാഗമണ്ണിലും കയ്യേറ്റമുണ്ടായി. 42 വ്യാജ പട്ടയങ്ങളിൽ എന്തു നടപടി സ്വീകരിച്ചുവെന്ന് റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനുള്ള കുറ്റങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയില്ല എന്നും സർക്കാർ കോടതിയിൽ. യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. തർക്കം പരിഹരിക്കാത്തത് സർക്കാരിന്റെ കഴിവുകേട്. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ നടപടിയെടുത്തില്ലെന്നും വിമർശനം. യാക്കോബായ വിഭാഗത്തെ സമാധാനിപ്പിച്ചു നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും കോടതി. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ. സംഭവത്തിൽ ഫിഷറീസ് വകുപ്പിന്റെ പരിശോധന നടന്നു. കൂടുതൽ പഠനം നടത്തും. 3 വകുപ്പുകൾ വിഷയം പരിശോധിക്കും. മത്സ്യകർഷകരുടെ നഷ്ടം പരിഹരിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ. നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടി ആശാ ശരത്തിന് ആശ്വാസം. ആശാ ശരത്തിനെതിരായ കേസിലെ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. പ്രാണ ഇൻസൈറ്റിന്റെ പേരിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു നടിക്കെതിരായ പരാതി. ടി കെ ചാത്തുണ്ണി അന്തരിച്ചു. വിട പറഞ്ഞത് പ്രമുഖ ഫുട്ബോൾ പരിശീലകനും കളിക്കാരനും. 80 വയസ്സായിരുന്നു. അന്ത്യം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനായും ഗോവയ്ക്കായും കളിച്ചിട്ടുണ്ട്. മോഹൻ ബഗാൻ, ഡെബോ ഗോവ, FC കൊച്ചിൻ, ചർച്ചിൽ ബ്രദേഴ്സ് അടക്കമുള്ള ക്ലബ്ബുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ജമ്മുകാശ്മീരിലെ കത്വയിൽ സൈന്യവും തീവ്രവാദികളും ഏറ്റുമുട്ടി. CRPF ഉദ്യോഗസ്ഥൻ വീരമൃത്യു. 6 പേർക്ക് പരിക്ക്. പുലർച്ചെ വരെ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ ഒരു ഭീകരനെ വധിച്ചു. T20 ലോകകപ്പിൽ നമീബിയയെ തകർത്ത് ഓസ്ട്രേലിയ സൂപ്പർ 8-ൽ. ഗ്രൂപ്പ് ബിയിലെ ആദ്യ 3 മത്സരങ്ങളും ജയിച്ച ഓസീസിന് 6 പോയിന്റ്. ഇന്നു രാവിലെ നടന്ന മത്സരത്തിൽ നമീബിയയെ തോൽപ്പിച്ചത് 9 വിക്കറ്റിന്. നമീബിയയെ 72 റൺസിന് എറിഞ്ഞിട്ട് ഓസീസ് ജയം പിടിച്ചത് 5 ഓവറിൽ.